ഞാൻ ഇന്ന് ഒരു ചർച്ചയും കാണാറില്ല. ഞാൻ ചർച്ച നടത്തിയിരുന്ന ആളാണ്. ഞാൻ 2016 സ്ഥാനാർത്ഥിയാവുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിക്കഴിഞ്ഞ് ഒരു ചാനൽ 1 മണിക്കൂറാണ് എനിക്കെതിരെ ചർച്ച നടത്താനായിട്ട് മാറ്റി വെച്ചത്. 1 മണിക്കൂർ അവരുടെ പ്രൈം ടൈം. ആ ചാനൽ നിരന്തരമായിട്ട് അവിടെ ജോലി ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ചാനലാണ്. അവിടെ ജോലി ചെയ്യൂ, എൻ്റെ മക്കൾക്കുള്ള അഡ്മിഷൻ, മറ്റ് താമസ സൗകര്യങ്ങൾ ഇതെല്ലാം ക്രമീകരിച്ച് തരാം, വന്ന് ജോയിൻ ചെയ്തു എന്നെ പലതവണ പല ആളുകൾ, അതായത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പല ആളുകൾ വിളിച്ച ഒരു സ്ഥാപനം കൂടിയാണ്. 1 മണിക്കൂറാണ് എനിക്കെതിരെ അവർ ചർച്ച ചെയ്ത്. അവരുടെ റിപ്പോർട്ടർ പരസ്യമായിട്ട് എന്നെ ജനമധ്യത്തിൽ ഞാനൊരു 100 പേരുമായിട്ട് ക്യാമ്പയിൻ നടത്തുമ്പോൾ 2016 വന്ന് എന്നെ അപമാനിക്കുന്നത് പോലെ ഞാൻ സംസാരിച്ചു. അവിടെ മുതൽ ഇങ്ങോട്ട് ഞാൻ കണ്ടത്, ഇപ്പം മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അനുഭവം ഉണ്ടോയെന്ന് അറിയില്ല, ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുമോ? ഇല്ല. ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ ഉണ്ടാകുന്ന പ്രശ്നം മറ്റൊരു ഒപ്പം നിൽക്കത്ത് പോലും ഇല്ല. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ആണെന്ന് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയപ്പോഴാണ്. അപ്പം ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത്. SFIയുടെ ഭാഗമായിരുന്നു. അന്ന് ഞാൻ ഇലക്ഷനിലൊന്നും മത്സരിച്ചിട്ടില്ല, പക്ഷേ അത് വേറെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, നാടകോത്സവം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടങ്ങൾ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മാധ്യമങ്ങൾ എപ്പോഴും എന്നെ ശത്രുപക്ഷത്താണ് കണ്ടിട്ടുള്ളത്. ആ ശത്രുപക്ഷത്ത് ഞാൻ CPI ആയതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇടതുപക്ഷത്ത് സ്ഥാനാർത്ഥിയായത് മുതൽ ആ നിലയിലുള്ള ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളല്ല, ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നിലപാട് തിരിച്ചറിഞ്ഞതുകൊണ്ടും, അതുമാത്രമല്ല, MLA ആയിരിക്കുമ്പം കാലയളവ് 5 വർഷം, പിന്നീട് മന്ത്രിയായിരിക്കുമ്പോഴും ഒരു നീതി ഉണ്ടല്ലോ, ആ നീതി മിക്ക മാധ്യമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മാധ്യമം എനിക്കെതിരെ വളരെ തെറ്റായിട്ടുള്ള ഒരു ട്രാപ്പായിരുന്നു അത്. അതിലൊരു സത്യം അന്വേഷിക്കാതെ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്ത് എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വാർത്ത ടേൺ ചെയ്തു. മന്ത്രിയാണ് ഉത്തരം പറയേണ്ടത്, ആരോഗ്യമന്ത്രി ഉത്തരം പറയണം. ഇത് ആരോഗ്യമന്ത്രി അറിയാതെ സംഭവിക്കില്ല. അന്ന് ഇല്ല. അപ്പോൾ നമുക്ക് ലൈവായിട്ട് എൻ്റെ PA പങ്കെടുത്തൊരു വിവാഹ ചടങ്ങ് അന്ന് യൂട്യൂബിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ആ സമയത്ത് എൻ്റെ PAക്ക് കോവിഡ് വന്ന് ചികിത്സ തേടുന്ന സമയമായിരുന്നത് കൊണ്ട്, അതുകൊണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനും വ്യത്യസ്തമായിരുന്നു. ഇവർ പറഞ്ഞ പ്ലോട്ടുകൾ മുഴുവൻ തെറ്റിപ്പോയി. അവർ സാധാരണ വിചാരിച്ച ഒരു വർക്കിംഗ് ഡേയിൽ സംഭവിക്കുന്നത് പോലെ ഇതെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നേരുള്ളത് കൊണ്ടും സത്യം വിജയിക്കാനായിരുന്നു.